ഇന്ത്യയിൽ പഠിക്കുന്ന മെഡിക്കൽ സയൻസ് ഡിഗ്രി, അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനൊപ്പം ഒരിക്കലും വിദേശത്ത് പഠിച്ചാൽ ആവില്ല എന്ന് വിചാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഞാൻ ഇന്ത്യയിൽ സർക്കാർ ആശുപത്രിയിലാണ് MBBS-ഉം MS-ഉം പഠിച്ചത്. ഒരുപാട് ആൾക്കാർ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഇത്രയും ആൾക്കാരെ സർക്കാർ ആശുപത്രികളിൽ പഠിച്ച ഡോക്ടർമാർക്ക് കഴിവ് കൂടുതലാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ ഞാനല്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രൈവറ്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും പഠിച്ച് വളരെ വിദഗ്ധനായ ഡോക്ടർമാരെ എനിക്കറിയാം. ഇന്ത്യയിൽ പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഞാൻ നേടിയത് എന്താണ് എന്ന് ചോദിച്ചാൽ വർക്ക് എക്സ്പീരിയൻസോ അല്ല, പേഷ്യൻസിനോടുള്ള അപ്രോച്ച് ഒരിക്കലും അല്ല. പേഷ്യൻസിനോടുള്ള അപ്രോച്ച് കുറച്ചും കൂടി നന്നായി പഠിച്ച് ഞാൻ പ്രൈവറ്റ് സെക്ടർ. ഇന്ത്യയിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റലി സ്ട്രോങ് പേഴ്സണായി നിങ്ങൾ മാറും. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പോസ്റ്റ് ഗ്രാജുവേഷനിൽ 3 കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ, കേരളത്തായിരുന്നില്ല, ഒരു ആഴ്ചയിൽ കടന്നുറങ്ങാൻ കിട്ടുന്ന സമയം 18 മണിക്കൂറാണ്. അതുമാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒരാഴ്ചയിൽ ഒരു 3 ദിവസം കഴിക്കാൻ കിട്ടും. ഒരാഴ്ചയിൽ ഒരു 4 ദിവസത്തോളം ലഞ്ച് കഴിക്കാൻ സമയമുണ്ടാവും. ആഴ്ചയിൽ ഒരു 3 ദിവസത്തോളം ഡിന്നറും കഴിക്കാൻ സമയമുണ്ടാവും. മുടി വെട്ടൽ, കുളിക്കൽ, പല്ല് തേക്കലൊക്കെ അപൂർവം. പിന്നെ തെറിവിളി, ചീത്തവിളി, ഹ്യൂമിലിയേഷൻ, ടോർച്ചർ, ടോക്സിക് വർക്ക് കൾച്ചർ, ഹാരാസ്മെൻറ്റ്, ഇതെല്ലാതും കൂടി ഫ്രീ ആയിട്ട് വരും. ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു 6 മാസം വർക്ക് ചെയ്ത് വരുമ്പോഴേക്കും കാലിൻ്റെ അടിയിലൊക്കെ പൊട്ടിയിട്ട് പൊള്ളം വരും. ഈ പൊള്ളം വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരോട്, നമ്മുടെ സീനിയർ ഡോക്ടർമാരുടെ കാലിൻ്റെ അടിയിൽ പൊള്ളുണ്ട്, എന്താ സംഭവം? അത് 6 മാസം ആയ പൊള്ളൊക്കെ വരും. പിന്നെ നിനക്ക് വൈകിട്ടാണ് വന്നിരിക്കുന്നത് പൊള്ളം. സാധാരണ ഒരു 3 മാസം തന്നെ കാലിൻ്റെ അടിയിലൊക്കെ പൊള്ളം വരും. അപ്പം നീ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അതാണ് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ഇന്ത്യയിലുള്ളത്. ഒരു കൊല്ലം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 15 മുതൽ 20 കിലോ വരെ കുറയും. ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ അച്ഛനമ്മ നമ്മളെ കാണാൻ വേണ്ടി വരും. ബിക്കോസ് നമുക്ക് ലീവ് കിട്ടില്ല, വീട്ടിൽ പോകാൻ പറ്റില്ല. ആ സമയത്ത് വരുമ്പോൾ അവർ തിരിച്ചറിയാൻ പോലും പറ്റില്ല, ഇതാണ് എൻ്റെ മകൻ എന്ന് അച്ഛനമ്മയ്ക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല. അതാണ് അവിടുത്തെ കൾച്ചർ. എന്നാൽ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കും, എന്നാൽ പിന്നെ വിട്ടിട്ട് പോയിക്കൂടെ, എന്തിനാ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? നമ്മൾ ഒരു കൊല്ലത്തോളം കുത്തിയിരുന്ന് പോസ്റ്റ് ഗ്രാജുവേഷന് രാത്രിയും പകലും സമയം കളയാതെ പഠിച്ച് ഓൾ ഇന്ത്യ എൻട്രൻസിൽ നല്ലൊരു മാർക്ക് കിട്ടി, ഒരു റാങ്ക് കിട്ടിയിട്ട് ഒരു സീറ്റ് എടുക്കുമ്പോൾ അത് എന്ത് കഷ്ടപ്പാട് വന്നാലും നമുക്ക് വിട്ട് കളഞ്ഞ് പോരാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം പേരും കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ പഠിച്ച സ്ഥലത്ത് സൂയിസൈഡൽ ടെൻഡൻസിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്ത എത്രയോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. പകുതിയിൽ നിന്ന് വിട്ട് പൈസ കൊടുത്ത് ബോണ്ടിന് പൈസ സർക്കാരിലേക്ക് അടച്ചിട്ട് തിരിച്ച് കോഴ്സ് വേണ്ടെന്ന് വെച്ച് പോയവരുണ്ട്. ഇൻഫാക്ട് ഒരു 30 മുതൽ 40% വരെ അങ്ങനെ പോയവരാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ പണി ഇരട്ടിയാവും. ബിക്കോസ് ഈ പോയ ആളുടെ പണിയും കൂടി ചേർത്ത് ചെയ്യേണ്ടി വരും. ഇതാണ് ഇന്ത്യൻ വർക്ക് കൾച്ചർ.